ഈ 10 മാസം പ്രായമുള്ള കുഞ്ഞിൻ്റെ പേര് മലയാളത്തിൻ്റെ ചരിത്രത്തിൽ എഴുതുകയാണ്. ആലിൻ ആലിൻ ഷെറിൻ എബ്രഹാം എന്നാണ് അവളുടെ പേര്. നേരത്തെ സൂചിപ്പിച്ചത് 10 മാസം മാത്രമാണ് പ്രായം. പത്തനംതിട്ട മല്ലപ്പള്ളി സ്വദേശികളായ മാതാപിതാക്കൾ അരുൺ എബ്രഹാം, ഷെറിൻ ആൻഡ് ജോൺ ദമ്പതികളുടെ മകളാണ്. ഈ സൂചിപ്പിച്ചതുപോലെ ഫെബ്രുവരി മാസം 5-ാം തീയതിയാണ് ഒരു അപകടം നടക്കുന്നത്. തിരുവല്ലയിൽ നിന്ന് കോട്ടയത്തേക്ക് പോകും വഴിയാണ് കാർ അപകടം നടക്കുന്നത്. ആ കാർ അപകടത്തിൽ കുഞ്ഞിന് തൽക്ഷണം തന്നെ ബോധം നഷ്ടപ്പെടുകയായിരുന്നു. തുടർന്ന് തൊട്ടടുത്തുള്ള നിരവധി ആശുപത്രികളിൽ കാണിച്ചു. അവിടെ നിന്നൊന്നും ഒരു ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാകാത്തതിനാൽ തന്നെ പീഡിയാട്രിക് ICU ഉള്ള ആശുപത്രികളിലേക്ക്, അതായത് ബിലീവേഴ്സ് ചർച്ചിൻ്റെ ആശുപത്രിയിലേക്ക് അടക്കം എത്തിച്ചു. അവിടെ നിന്നാണ് കൊച്ചി അമൃത ആശുപത്രിയിലേക്ക് എത്തിക്കുന്നത്. പിറ്റേ ദിവസം, അതായത് 6-ാം തീയതി വൈകുന്നേരം രാത്രി 11:30 മണിയോടുകൂടി അമൃത ആശുപത്രിയിൽ എത്തിച്ച് കഴിഞ്ഞ ഒരാഴ്ച കാലമായി കൊച്ചി അമൃത ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു കുഞ്ഞാലിൻ. ഇന്നാണ് മസ്തിഷ്ക മരണം സ്ഥിരീകരിക്കുന്നത്. അതായത് കുഞ്ഞിനെ തിരിച്ചു കിട്ടില്ല എന്ന് ഈ ഒരാഴ്ച കാലത്തെ ചികിത്സ അവർക്ക് ചെയ്യാനാവുന്നതിന് അങ്ങേയറ്റം ഡോക്ടർമാർ ശ്രമിച്ചതിന് ശേഷമായിരിക്കണം അവർ ഈ മാതാപിതാക്കളോട് ഈ ദുഃഖം അവർ പങ്കുവയ്ക്കുന്നത്. തുടർന്ന് മാതാപിതാക്കളെടുത്ത തീരുമാനമാണ് ഏറ്റവും പ്രധാനം, ഏറ്റവും ശ്രദ്ധേയം. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആ കുഞ്ഞിനെ ഒന്ന് കളിപ്പിച്ച് അവർക്ക് കൊതി തീർന്നിട്ടുണ്ടാകില്ല. അതിനു മുമ്പ് ആ കുഞ്ഞ് അവരിൽ നിന്ന് വേർപെട്ടു പോവുകയാണ്. തങ്ങളുടെ പൊന്നോമനയുടെ ഈ അവയവങ്ങൾ അവർ ദാനം ചെയ്യുകയാണ്. ഏതാണ്ട് 5 പേർക്ക് പുതുജീവൻ, 5 കുരുന്നുകൾക്ക് കുഞ്ഞാലിൻ പുതുജീവൻ നൽകുന്നു എന്നുള്ളതാണ് അതിലേറ്റവും ശ്രദ്ധേയമായ കാര്യം. അതാണ് ആ പുതുചരിത്രം എഴുതുന്നു എന്ന് നമ്മൾ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതാണ് ദിലീപ് കുമാർ. മനസ്സിലാക്കുന്ന കൊച്ചി അമൃത ആശുപത്രിയിൽ ഈ അവയവങ്ങൾ റിട്രീവ് ചെയ്യുന്നതിനുള്ള നടപടികൾ അതിൻ്റെ അന്തിമ ഘട്ടത്തിലാണെന്ന് മനസ്സിലാക്കുന്നു. ഇതിൽ ദാനം ചെയ്യുന്നത് 2 വൃക്കകൾ. അത് തിരുവനന്തപുരം SAT ആശുപത്രിയിലെ പീഡിയാട്രിക് നെഫ്രോളജി വാർഡിൽ ചികിത്സയിൽ കഴിയുന്ന 10 വയസ്സുള്ള കുട്ടിക്കാണ് ഈ 2 വൃക്കകൾ ദാനം ചെയ്യുന്നത്. 2 വൃക്കകളും ഒരു കുഞ്ഞിനെ തന്നെ ദാനം ചെയ്യുന്നു. 10 വയസ്സുള്ള കുരുന്നിനാണ് ദാനം ചെയ്യുന്നത്. ആ സർജറിക്ക് വേണ്ട ഒരുക്കങ്ങൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പൂർത്തിയാക്കിയിട്ടുണ്ട്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലായിരിക്കും ആ ശസ്ത്രക്രിയ നടക്കുക. ഹൃദയവാൾവ് ദാനം ചെയ്യുന്നത് ശ്രീചിത്ര ആശുപത്രിയിലാണ്. ശ്രീചിത്ര ആശുപത്രിയിലും അത് ഒരു കുരുന്നിനാണ് ഹൃദയവാൾവ് ദാനം ചെയ്യുന്നത്. കരളാകട്ടെ തിരുവനന്തപുരം കിംസ് ആശുപത്രിയിൽ ചികിത്സയിലുള്ള 6 മാസം പ്രായമുള്ള കുഞ്ഞിനാണ് കരൾ ദാനം ചെയ്യുന്നത്. അതായത് മരണാനന്തര അവയവ പ്രകാരം കരൾ സ്വീകരിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ കുഞ്ഞാണ് ഈ കിംസ് ആശുപത്രിയിൽ ചികിത്സയിലുള്ള 6 മാസം പ്രായമുള്ളത് എന്നതുകൂടി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്, പ്രത്യേകതയാണ് ഈ വിഷയത്തിൻ്റെ. നേത്രപടലങ്ങൾ കൂടി ദാനം ചെയ്യുന്നുണ്ട്. അത് എറണാകുളത്തെ ഈ ആശുപത്രിയിൽ തന്നെ, അമൃത ആശുപത്രിയിൽ തന്നെയാണ് നേത്രപടലങ്ങൾ, കോർണിയാസ് കൂടി ദാനം ചെയ്യുന്നത്. അങ്ങനെ 5 പേർക്ക് പുതുജീവൻ നൽകുന്നു കുഞ്ഞാലിൻ എന്നുള്ളതാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ വേർപാടിൻ്റെ അങ്ങേയറ്റം ദുഃഖത്തിലും ഇതിന് തയ്യാറായ മാതാപിതാക്കളെ കേരളം ഒന്നോടങ്കം ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുന്നു.